നമസ്കാരം, പത്തേമാരിയിലേക്ക് സ്വാഗതം. വർഷം തോറും കടലാമ കുഞ്ഞുങ്ങൾ മുട്ടയിടാനെത്താറുള്ള കൊളാവിപ്പാലം കടപ്പുറത്താണ് ഇത്തവണ പത്തേമാരി. കൊളാവിപ്പുറത്ത് ഇത്തവണയും ആമക്കുഞ്ഞുങ്ങൾ കടലിലേക്ക് ഇറങ്ങുന്നുണ്ട്. പക്ഷേ കൊളാവിപ്പാലത്ത് നിന്നുള്ള വാർത്തകൾ അത്ര ശുഭകരമല്ല. ആമക്കുഞ്ഞുങ്ങൾ നന്നേ കുറഞ്ഞു വരുന്നു. പരിണാമത്തിൽ ദിനോസറുകളോളം പഴക്കമുള്ളവർ, ദശാവതാരത്തിൽ രണ്ടാമൻ. ആയുസ്സിന്റെ കാര്യത്തിൽ ആരെയും തോൽപ്പിക്കുമെങ്കിലും ആമകളുടെ ഇന്നത്തെ സ്ഥിതി അത്രയ്ക്ക് ഭദ്രമല്ല. അതിജീവിക്കാൻ പാടുപെടുകയാണ് അവർ. പയ്യോളിക്കടുത്ത് കൊളാവിപ്പാലം കടപ്പുറം ഒലീവ് റിഡ്ലി കടലാമകളുടെ സങ്കേതമാണ്. കടലാമകൾ വർഷം തോറും മുട്ടയിടാൻ എത്തുന്ന തീരം. 8 ഇനം കടലാമകളുടെ കൂട്ടത്തിൽ വലുപ്പത്തിൽ ഏറ്റവും കുഞ്ഞനാണ് ഒലീവ് റിഡ്ലി. പൂർണ്ണ വളർച്ചയെത്തിയവയുടെ പുറന്തോടിന് ഏതാണ്ട് 1 മീറ്ററോളം നീളം. പുറന്തോടിന് ഒലീവിലയുടെ പച്ച കലർന്ന തവിട്ടു നിറം, അടിഭാഗത്തിന് നേർത്ത മഞ്ഞ. സെപ്റ്റംബർ മുതൽ ഫെബ്രുവരി വരെയാണ് ഇവർ മുട്ടയിടാനെത്തുന്നത്. മുട്ടയിട്ടാൽ വിരിയാൻ 1.5 മുതൽ 2 മാസം വരെ സമയം. ഇന്നാണ് ആ ദിവസം. ഈ സീസണിൽ കൊളാവിപ്പാലം ആമസംരക്ഷണ കേന്ദ്രത്തിൽ വിരിഞ്ഞ ഒലീവ് റിഡ്ലി കുഞ്ഞുങ്ങൾ കടലിൽ നീന്തിത്തുടങ്ങുന്ന ദിവസം. 21 കുഞ്ഞുങ്ങൾ. പണ്ടുമുതലേ കാപ്പാട് മുതൽ വടകര വരെയുള്ള തീരത്ത് ഒലീവ് റിഡ്ലികൾ മുട്ടയിടാൻ എത്താറുണ്ടായിരുന്നെങ്കിലും 1992 വരെ അവർക്ക് രക്ഷകരുണ്ടായിരുന്നില്ല. കടലാമകൾ ഇടുന്ന മുട്ടകൾ അധികവും നാട്ടുകാർ ഭക്ഷണമാക്കും, അല്ലെങ്കിൽ മറ്റു ജീവികൾ. അക്കൊല്ലം അവർക്കൊരു രക്ഷകനുണ്ടായി, പരിസ്ഥിതി പ്രവർത്തകൻ MT സുരേഷ് ബാബു. ഒപ്പം തീരം പ്രകൃതി സംരക്ഷണ സമിതിയും. അവർ ശേഖരിച്ച മുട്ടകൾ മണലിൽ കുഴിച്ചിട്ടു. 1992 നേരത്തെ ബാക്കി സംഘത്തിൽ എല്ലാവരും കല്യാണം കഴിക്കാത്ത കാലത്ത് വിശാലായ ബീച്ചുണ്ടായിരുന്നു. ബീച്ചിലാണ് കിടന്നുറങ്ങിയത് രാത്രി. അപ്പോൾ ആ കാലത്ത് ആമ വരുന്നുണ്ട്. അത് മിക്കവാറും കിട്ടിക്കഴിഞ്ഞാൽ തിന്നാറാണ് പതിവ്. അപ്പം അങ്ങനെ ഒരിക്കൽ ഇതിൽ ഓട്ടോ ഡ്രൈവറായ അന്ന് മനസ്സിലായിരുന്നു സുരേന്ദ്ര ബാബുവിന് 140 മുട്ട ഇട്ടാണ്. അതിൽ 70 എണ്ണം തിന്നു, 70 എണ്ണം കുഴിച്ചിട്ടു. അതൊരു 47 ദിവസം കഴിഞ്ഞ് വിരിഞ്ഞു, പായൽ നിറയെ. അതാണ് അതിൻ്റെ തുടക്കം ശരിക്കും. അത്രയൊന്നും എളുപ്പമായിരുന്നില്ല ആമസംരക്ഷണത്തിന്റെ വഴി. മണൽ മാഫിയയുടെ പരിഹാസവും ഭീഷണിയും ചിലപ്പോഴൊക്കെ കയ്യേറ്റം വരെ എത്തി. ആ മണൽക്കാരെ ഭീഷണി ഉണ്ടായിരുന്നു. അതായത് ഞാൻ ഇതിനേരെ ഒരുപാട് സമരം നടത്തിയിരുന്നു, ഹൈക്കോടതി കേസ് കൊടുത്തിരുന്നു. അഴിമത്ത് വിശാലായ മനുഷ്യച്ചങ്ങല, 1000 ആൾ പങ്കെടുത്ത മനുഷ്യച്ചങ്ങല നടത്തിയിരുന്നു. ഒരു സമരത്തിനും ഇതുണ്ടായില്ല. മുട്ടയെടുക്കാൻ പോയ ആൾക്കാരെ അവർ മർദ്ദിച്ചു, അഴിമതിച്ച് പിടിച്ചിട്ട് ആളെ പിടിച്ച് അവരെ സംഘത്തിലേക്ക് കൊണ്ടുപോയി. അതിന് കേസ് കൊടുക്കുകയായിരുന്നു. പക്ഷെ എന്നിട്ടും ഇതൊക്കെ ആയിട്ടും മണ്ണെടുപ്പ് നിന്നതുമില്ല, തീരം ഇല്ലാണ്ടാവുകയും ചെയ്തു. അതൊക്കെ കുറേ എല്ലാം നേരിട്ടാകും. പിന്നെ മൊത്തം ജനങ്ങൾ പിന്നെ സഹകരിച്ച് വന്നു. അവിടെ കണ്ടാലും ഒന്നുകിൽ അവരെ അറിയിക്കും, അല്ലെങ്കിൽ ഇവിടെ എത്തിച്ചു ചേർക്കുന്നു. കാപ്പാടുന്ന വരെ മുട്ട ഇവിടെ എത്തിച്ചു തന്നിരിക്കും. പക്ഷേ തീരത്തിന്റെ പ്രവർത്തകർ അതിനെയെല്ലാം മറികടന്നു. നിരവധി പേർ ആമകളെക്കുറിച്ച് പഠിക്കാൻ കൊളാവിപ്പാലത്ത് എത്തുന്നുണ്ട്. ഞാനിപ്പം MA കോളേജിൽ MSc സുവോളജി ഫൈനൽ ഇയർ സ്റ്റുഡൻ്റാണ്. ഞാനപ്പോൾ അതിൻ്റെ MSc ഡെസർട്ടേഷൻ വർക്കായിട്ട് ചെയ്യുന്നത് ഈ ഒലീവ് റിഡ്ലി ടേർട്ടിൽസിൻ്റെ പോപ്പുലേഷൻ ഡിക്ലൈൻ്റെ റീസെൻറ്റ് സ്റ്റഡിയാണ്. അപ്പോൾ ഇപ്പം ഓൾറെഡി കേരളത്തിലുള്ള ഒരുവിധം എല്ലാ ബീച്ചസും ഞാൻ കവർ ചെയ്തു. അതിലിപ്പം ആകപ്പാടെ ഇപ്പം ഒലീവ് റിഡ്ലി സ്പീഷീസ് വരുന്നത് ആകെ 2 ബീച്ചിലേ ഉള്ളൂ. ഒന്ന് കാസർഗോഡ് നെയ്തൽ, അവിടെ തൈക്കടപ്പുറം ബീച്ചും, പിന്നെ ഇവിടെ ബാക്കി കുറേ സ്ഥലത്ത് ബീച്ചിൽ വരുന്നുണ്ട്. ഒന്ന് തോട്ടപ്പള്ളി ബീച്ച് ആലപ്പുഴ, പിന്നെ വള്ളിക്കുന്ന് മുത്തിയം ബീച്ച് എന്ന് പറഞ്ഞ ബീച്ചുണ്ട്. അവിടെ മുത്തിയം ബീച്ചിലും തോട്ടപ്പള്ളിയിലും ഇപ്പോൾ വലിയ കൺസർവേഷൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട് അവ ഇപ്പോൾ വരാറില്ല. പക്ഷേ കൊളാവിപ്പാലത്ത് കാണുന്ന സൂചനകൾ അത്ര നല്ലതല്ല. 5000-ലധികം ഒലീവ് റിഡ്ലികൾ വിരിഞ്ഞിരുന്ന തീരത്ത് ഇത്തവണ 21 കുഞ്ഞുങ്ങൾ മാത്രമാണ് ഉണ്ടായത്. നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ കുറേ സീവാൾ അതൊക്കെ കൺസ്ട്രക്ട് ചെയ്യും. പക്ഷെ ആ സീവാൾ കൺസ്ട്രക്ഷൻ കൊണ്ട് തന്നെ ഇവർക്ക് ബീച്ച് ഏരിയ കുറഞ്ഞു പോവുക ചെയ്യുന്നത്. പിന്നെ ഏറ്റവും വലിയ പ്രോബ്ലം വരുന്നത് ഇപ്പം ഈ ബീച്ച് കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി ക്ലീൻ ആണ്, കുറച്ചും കൂടി പൊല്യൂഷൻ കുറവുള്ള ഏരിയ. പക്ഷെ ഇത് മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ കിലോമീറ്ററോളം മൈഗ്രേറ്റ് ചെയ്യുന്ന ഒരു
സ്പീഷീസ് ആണ് ഒലീവ് റെഡ്ലി. ഇത് മൈഗ്രേറ്റ് ചെയ്ത് വേറെ ബീച്ച് ഏരിയാസിലേക്ക് അല്ലെങ്കിൽ ഉൾക്കടലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടേക്കൊക്കെയുള്ള പൊല്യൂഷൻ, ഇപ്പം എറണാകുളം ഭാഗത്തേക്ക് നിന്നുള്ള ബീച്ചസ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആ ഭാഗത്ത് ഇറങ്ങുക പോലും ചെയ്യില്ല, കാരണം അത്രയധികം പൊല്യൂഷനാണ്. സുനാമിക്ക് ശേഷം ഇങ്ങനെയാണ് കാര്യങ്ങൾ. സമുദ്ര മലിനീകരണവും തീരം കടലെടുക്കുന്നതും തീരത്തെ നിർമ്മാണവുമെല്ലാം ആമകളെ ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു. മാർച്ച് മുതൽ സെപ്റ്റംബർ വരെ കൃത്യമായിട്ട് വന്നിരുന്നു. അപ്പോൾ സുനാമിക്ക് ശേഷമാണ് ഡിസംബറിലാണ് വരുന്നത്. സുനാമിക്ക് മുമ്പ് 65 ആമ വരെ ഒരു സീസണിൽ 65 ആമ വരെ 7500 മുട്ട വരെ ഉണ്ടായിരുന്നു ഈ തീരത്ത്. ഇപ്പോഴത് കഴിഞ്ഞ 3-4 വർഷമായിട്ട് 2 ആമ ആണ് വരുന്നത്. 2 ആമ ഓരോ കൊല്ലം വരുന്നത്. CRZ 1 വരുന്ന സ്ഥലം ആമ മുട്ടയുടെ ഏരിയ എന്ന നിലക്ക് CRZ 1 വരുന്ന ഏരിയയാണ്. പക്ഷേ മണ്ണെടുപ്പ് തുടരുകയാണ് അഴിമുട്ട്. ആയുസ് എത്താനുള്ള ഒരു ടൈമില്ല. മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറിയ ഏജിൽ തന്നെ, ഇപ്പം അതിന്റെ യങ് വൺ സ്റ്റേജിൽ തന്നെ അത് റിലീസ് ആയി കഴിയുമ്പോൾ തന്നെ ഒന്നെങ്കിൽ പ്രിഡേഷൻ കാരണം, ഹ്യൂമൻ പ്രിഡേഷൻ കാരണം, അല്ലെങ്കിൽ ആനിമൽ പ്രിഡേഷൻ കാരണം ഒന്നെങ്കിൽ നശിച്ചു പോകും. ഇപ്പോൾ ഇവരിന്ന് എല്ലാവരും പറയുന്നുണ്ട് സർവൈവൽ റേറ്റ് ഏറ്റവും കുറവാണ്. ഒന്നാമത് കടലിലെ റീസൺസ്, മൈക്രോപ്ലാസ്റ്റിക്, ഇങ്ങനെ പലയധികം റീസൺസ് ആണ് ഇതിന്റെ ഡെത്തിന് വേണ്ടി കാരണമാവുന്നത്. ഒരു റീസൺ അല്ല, ഇപ്പം കൂടി വരുന്ന പൊല്യൂഷൻ റേറ്റ് കാരണം ഇതിന്റെ ഡെത്ത് കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ കടലാമയും അത് വിരിഞ്ഞിറങ്ങിയ തീരത്തു തന്നെയാണ് മുട്ടയിടാൻ എത്തുക. ആയിരക്കണക്കിന് കിലോമീറ്റർ ഇതിനായി സഞ്ചരിച്ചെന്നിരിക്കും. അങ്ങനെ പറയുന്നത്, അതായത് ഏത് തീരത്ത് വിരിഞ്ഞു പോയോ പ്രായപൂർത്തിയായി മുട്ടയുടെ അതേ തീരത്തേക്ക് ആമകൾ തിരിച്ചു വരുമെന്ന് ആണ് പറയുന്നത്. ഇതിൻ്റെ ഒരു ഫിനോമിന എന്ന് പറഞ്ഞാൽ ബീച്ച് ഫിഡലിറ്റി എന്ന് പറഞ്ഞൊരു പ്രത്യേകത ഇത് കാണിക്കുന്നുണ്ട്. അതായത് എവിടെയാണോ അത് ഇൻക്യുബേറ്റ് ചെയ്ത് വിരിഞ്ഞുണ്ടാകുന്നത്, പിന്നെ അടുത്ത സ്പോണിങ്, അതായത് റീപ്രൊഡക്ഷൻ സ്റ്റേജിലേക്ക് അത് ഇവിടെ മാത്രമേ വരൂ എഗ് ലേ ചെയ്യാൻ വേണ്ടിയിട്ട്. വേറെ ഒരു ബീച്ചിലും പോകില്ല. അതുകൊണ്ട് അവിടെ അത് എവിടെയാണോ റിട്ടേൺ വരുന്നത്, അല്ലെങ്കിൽ എവിടെ നിന്നാണോ അതിനെ കൺസർവ് ചെയ്യുന്നത്, അവിടെ തന്നെ അത് റിട്ടേൺ വരും. അവിടെ നമ്മൾ കൺസർവ് ചെയ്തില്ലെങ്കിൽ പിന്നെ വേറെ എവിടെ നമുക്ക് അതിനെ കൺസർവ് ചെയ്യാൻ പറ്റുന്നില്ല. ഹോംലാൻഡ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് ഒരു ജീവിയാണ് ഒലീവ് റെഡ്ലി സ്പീഷീസ്. ടർട്ടിൽസ് പൊതുവെ കാണിക്കുന്നുണ്ട്, ഒലീവ് റെഡ്ലി അതിൽ ഏറ്റവും കൂടുതൽ കാണിക്കുന്ന ഒരു സ്പീഷീസാണ്. മുട്ട വിരിയിക്കൽ മാത്രമല്ല, പ്രൊപ്പല്ലറുകളിലും മറ്റും തട്ടി പരിക്കേറ്റ ആമകളെ പരിചരിക്കുന്നുമുണ്ട് തീരം പ്രവർത്തകർ. ബോട്ടിൻ്റെ പ്രൊപ്പലർ അടിച്ചിട്ട് ഒരു കൊല്ലം ഈ തീരത്ത് തന്നെ ഒരു 10-15 ആമ എല്ലാ കൊല്ലവും ചത്തെടുക്കുന്നുണ്ട്. പിന്നെ പ്ലാസ്റ്റിക് തിന്നും ആമകൾ ചാവുന്നു. പിന്നെ വല, ഈ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന മത്സ്യവേളകൾ ഈ കൃത്രിമമായിട്ട് മീനിന് കൂട് കെട്ടാൻ വേണ്ടി പാറ പോലെ ഈ പൊലച്ചിലും മറ്റങ്ങനെ പോലെ സാധനം വെച്ചിട്ട് ഉണ്ടാക്കും. അതിൽ ഒഴുകി നടക്കുന്ന വലയും ഉണ്ടാകും. ഇത് കുറച്ച് കഴിഞ്ഞാൽ കടലിൽ ഒഴുകി നടക്കും. അതിൽ കുടുങ്ങിയും ഒരുപാട് ആമ ചാവുന്നുണ്ട്. ഈ 2 ആമ അങ്ങനെ പരിക്കേറ്റുണ്ടാകും. പക്ഷേ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വലിയ പ്രോത്സാഹനമൊന്നും ഇങ്ങോട്ടെത്തുന്നില്ല. പലപ്പോഴും ഇവരുടെ ദിവസവരുമാനത്തിൽ നിന്നാണ് ആമ സംരക്ഷണ കേന്ദ്രത്തിന്റെ നടത്തിപ്പ് ചെലവ്. 98 മുതൽ 6 പേർക്ക് 6 മാസം ദിവസവേതനം ഉണ്ടായിരുന്നു. അതിപ്പോൾ കഴിഞ്ഞ 3-4 വർഷമായിട്ട് 2 പേർക്ക് 2 മാസമായിട്ടായി ഉള്ളൂ. ആ ദിവസവേതനത്തിൽ നിന്നാണ് ഈ ബിൽഡിങ്ങും പിന്നെ ഈ കണ്ടൽ നഴ്സറിയും മരം നഴ്സറിയും ഒക്കെ ഉണ്ടായിട്ട് എല്ലാ പ്രവർത്തനങ്ങളും നടത്തിയിരുന്നത്. അതാരും സ്വന്തമായിട്ട് എടുക്കാതെ അത് സ്വരൂപിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനം മൊത്തം നടത്തിയിരുന്നത്. ഇത് ഡെയിലി വേസ് കിട്ടുന്നത് ഞങ്ങൾ എടുക്കല്ല, ഇതൊരു സംരംഭിച്ചിട്ട് ഇതിനു വേണ്ടി മാത്രം ചിലവഴിക്കും. ചിലവ് പോകുന്ന ചിലവെല്ലാം കൊടുക്കും. എന്തെങ്കിലും ലാഭചിന്തകളല്ല ഈ മനുഷ്യരെ മുന്നോട്ട് നയിക്കുന്നത്. സഹജീവികളോടുള്ള കരുതലും സ്നേഹവും, ഒപ്പം ഇവരിങ്ങനെ വിരിഞ്ഞ് കടലിലേക്ക് ഇറങ്ങിപ്പോകുന്നത് കാണുമ്പോൾ നിറയുന്ന മനസ്സും. പഴകുംതോറും വീര്യം കൂടുന്ന ഒരു മനുഷ്യനെ പരിചയപ്പെടുത്തുകയാണ് പത്തേമാരി. 59 വയസ്സുള്ള വയനാട്ടുകാരൻ തോമസേട്ടൻ. 50-ാം വയസ്സിൽ ഓട്ടം തുടങ്ങിയ തോമസേട്ടൻ ഓരോ വർഷം പിന്നിടുമ്പോഴും പുതിയ വേഗങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് രാജ്യത്തെ പ്രധാനപ്പെട്ട ദീർഘദൂര ഓട്ടക്കാരിൽ ഒരാളാണ് തോമസേട്ടൻ. ജീവിക്കാനുള്ള ഓട്ടത്തിനിടയിൽ വർഷങ്ങൾ മുമ്പ് വയനാട്ടിൽ നിന്നും ബോംബെയിലേക്ക് വണ്ടി കയറിയതാണ് പള്ളിത്താഴത്ത് വീട്ടിൽ തോമസ് ചേട്ടൻ. അമ്പത് വയസ്സ് വരെ ട്രക്ക് ഓടിച്ചായിരുന്നു ജീവിതം. ഇതിനിടയിൽ ട്രാക്ക് വന്ന് മാറ്റിപ്പിടിച്ചാലോ എന്ന ചിന്ത തോമസ് ചേട്ടന് തോന്നി തുടങ്ങി.
അങ്ങനെ പുലർച്ചെ നേരം പുലരുമ്പോൾ ചെറുതായി ഒന്ന് ഓടിത്തുടങ്ങി. ഓരോ ദിവസവും പിന്നിട്ടപ്പോൾ ഓട്ടത്തിന്റെ ദൈർഘ്യം ക്രമേണ കൂടി വന്നു. ഇന്ന് രാജ്യത്തെ പ്രധാന മാരത്തോൺ ഓട്ടക്കാരിൽ ഒരാളാണ് ഇദ്ദേഹം. ഇപ്പോൾ പ്രായം 59 അടുക്കുകയാണ്. ഈ പ്രായത്തിലും പ്രായത്തെ തോൽപ്പിച്ച് തോമസ് ചേട്ടൻ ഓടിക്കയറുകയാണ് ഓരോ മാരത്തോൺ മത്സരങ്ങളിലും. ഓട്ടത്തിനിടയിൽ വാരിക്കൂട്ടിയ മെഡലുകൾ ഏറെയാണ്. ഇതിൽ ഏറ്റവും പ്രധാന നേട്ടം ടാറ്റ മുംബൈ ഇന്റർനാഷണൽ മാരത്തോൺ മീറ്റിൽ യോഗ്യത നേടി എന്നതായിരുന്നു. ആദ്യമായിട്ട് എനിക്കൊരു മെഡൽ കിട്ടുന്നത് 2016 ബാംഗ്ലൂർ ശ്രീറാം പ്രോപ്പർട്ടീസ് ബാംഗ്ലൂർ മാരത്തോണിൽ വെച്ച് ഒരു 3ാം സ്ഥാനം എനിക്ക് കിട്ടി. അത് ഏതാണ്ട് 10,000-ഓളം ആൾക്കാർ ഓടിയ മത്സരത്തിൽ 15,000-15,000-ഓളം ആൾക്കാർ പങ്കെടുത്ത മത്സരത്തിൽ എൻ്റെ കാറ്റഗറിയിൽ 3ാം സ്ഥാനം കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്തോ എനിക്കൊരു വല്ലാത്തൊരവസ്ഥ. എനിക്കിനി എന്തൊക്കെയോ സാധിക്കും, എനിക്കിനി എന്തൊക്കെയോ നേടാൻ കഴിയുന്നൊരു തോന്നൽ വന്നു. പിന്നീട് അങ്ങോട്ട് ഏകദേശം പങ്കെടുത്ത എല്ലാ മത്സരങ്ങളിലും ഞാൻ മെഡൽ നേടി. അതിൻ്റെ തൊട്ടടുത്ത് 3-4 മാസങ്ങൾക്ക് ശേഷം ഓൾ കേരള മാസ്റ്റേഴ്സ് മീറ്റിൽ പങ്കെടുത്തു. അതിൽ 3 ഇനത്തിൽ പങ്കെടുത്തു. 3 ഇനത്തിൽ ഞാൻ ഗോൾഡ് നേടി. രണ്ട് പ്രാവശ്യം വിദേശ രാജ്യത്ത് നടന്ന മാരത്തോണിൽ പങ്കെടുക്കാൻ യോഗ്യത നേടിയെങ്കിലും ചില കാരണങ്ങളാൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞില്ല. മാസ്റ്റേഴ്സ് മീറ്റിൽ ഓൾ കേരള മാസ്റ്റേഴ്സ് മീറ്റിൽ 3 സ്വർണം നേടി. ഓൾ ഇന്ത്യ മാസ്റ്റേഴ്സ് മീറ്റിൽ ബാംഗ്ലൂരിൽ വെച്ച് പങ്കെടുത്തു. അവിടെയും ഞാൻ ഓൾ ഇന്ത്യ മാസ്റ്റേഴ്സ് മീറ്റിൽ സ്വർണം നേടി 10 കിലോമീറ്ററിൽ. അങ്ങനെ സ്പെയിനിൽ വെച്ച് നടന്ന വേൾഡ് മാസ്റ്റേഴ്സ് മീറ്റിലേക്ക് ഞാൻ സെലക്റ്റഡ് ആയി. പക്ഷേ പോകാൻ സാധിച്ചില്ല, പോയില്ല. ജീവിതത്തിലെ ചിട്ടവട്ടങ്ങളാണ് ഈ നേട്ടങ്ങളുടെ എല്ലാം പിന്നിൽ. 3 പ്രാവശ്യം താമരശ്ശേരി ചുരം ഓടിക്കയറിയിട്ടുണ്ട് ഈ മനുഷ്യൻ. പ്രായം ഇതിനൊരു തടസ്സം അല്ല എന്നുള്ളത് എൻ്റെ ജീവിതം കൊണ്ട് തന്നെ ഞാൻ തെളിച്ചിരിക്കുകയാണ്. കാരണം 2014 ഞാൻ ആദ്യമായിട്ട് ഒരു മാരത്തൺ ഓടിയത് കൊച്ചിയിൽ. അന്ന് ഞാൻ 21 കിലോമീറ്റർ ഓടി തീർത്തത് 2 മണിക്കൂർ 13 മിനിറ്റിലാണ്. ഇന്നിപ്പോൾ 2019 ഞാൻ അവസാനത്തെ ഹാഫ് മാരത്തൺ ഓടിയത് 1 മണിക്കൂർ 30 മിനിറ്റിലാണ്. 43 മിനിറ്റ് ഞാൻ സമയം മെച്ചപ്പെടുത്തി 4-5 വർഷം കൊണ്ട്. പ്രായമൊന്നും ഇതിനൊരു തടസ്സമൊന്നുമല്ല. നമ്മുടെ ചിട്ടയായ പ്രാക്ടീസ്, ചിട്ടയായ ഭക്ഷണ രീതി, പിന്നെ മനസ്സിൻ്റെ ഉള്ളിൽ അതിയായ ഒരു ആഗ്രഹം വേണം. എന്നെക്കൊണ്ട് ഇത് കഴിയും, ഐ ക്യാൻ ഡു എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് കഴിഞ്ഞിരിക്കും. പ്രായം വർദ്ധിക്കും തോറും സമയം കൂടുതൽ മെച്ചപ്പെടുത്തുവാൻ കഴിയുന്നു എന്നതാണ് ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത. 5 വർഷം മുമ്പ് ഞാൻ ഓടാൻ തുടങ്ങുന്ന സമയത്ത് എനിക്ക് കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു, നടുവേദന ഉണ്ടായിരുന്നു, കാലുമുട്ടുവേദന ഉണ്ടായിരുന്നു, പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ എനിക്കിപ്പോൾ 5 വയസ്സ് കൂടുകയാണ് ചെയ്തത്. പക്ഷേ എനിക്കിപ്പോൾ ഒരു അസുഖങ്ങളും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വന്നു. പിന്നെ എൻ്റെ സമയം മെച്ചപ്പെട്ടു. പ്രായം എന്നുള്ളത് ശരിക്കും നമ്മുടെ ഒരു മൈൻഡ് സെറ്റപ്പാണെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ മാനസികമായിട്ട് പ്രായമായി നമ്മളെ കൊണ്ടാവില്ല എന്ന് മാനസികമായിട്ട് എനിക്ക് ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ടാവില്ല. പക്ഷേ നമ്മളെ കൊണ്ട് കഴിയും, നമ്മളെ കൊണ്ട് ഇനിയും പലതും നേടിയെടുക്കാനുണ്ടെന്നുള്ളൊരു വിശ്വാസം, ഒരു ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് പലതും നേടിയെടുക്കാൻ കഴിയും. അത് മാരത്തൺ ഓട്ടത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്, ഏതൊരു കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. നമ്മളെ കൊണ്ട് കഴിയും, നമുക്ക് നേടിയെടുക്കണം എന്നുള്ള ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് കഴിയും. ഇത് തന്നെയാണ് എനിക്ക് എൻ്റെ വിശ്വാസം. ഒട്ടും കൈവിറയ്ക്കാതെ സങ്കോചമൊന്നുമില്ലാതെ മരങ്ങൾ മുറിച്ചു മാറ്റിയിട്ടുണ്ടോ നാം? എങ്കിൽ പുതിയ മരത്തൈകൾ വെച്ചുപിടിപ്പിച്ച് പ്രായശ്ചിത്തം ചെയ്തേക്കുക. അല്ലെങ്കിൽ മറ്റൊരു കാര്യം ചെയ്യാം. മുറിച്ചു മാറ്റപ്പെടാൻ കോടാലിയോങ്ങി നിൽക്കുന്ന മരങ്ങളെ കണ്ടാൽ മലപ്പുറം MPM ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ഒന്ന് വിളിച്ചേക്കുക. മരങ്ങളെ മരണത്തിന് വിട്ടുകൊടുക്കാതെ ഏറ്റെടുക്കുകയാണ് ഈ സ്കൂൾ. ഇത് ഒരു സ്കൂളിൻ്റെ കഥയാണ്, അല്ല സ്കൂളിലെ കഥയാണ്. കൗതുകം എന്താണെന്ന് വെച്ചാൽ അധ്യാപകരോ വിദ്യാർത്ഥികളോ അല്ല ഈ കഥയിലെ പ്രധാന ആളുകൾ, മരങ്ങളാണ്. വഴിയോരങ്ങളിലും വനാന്തരങ്ങളിലും പറമ്പുകളിലും മഴ വീഴുന്നതും കാത്തുനിന്ന മരങ്ങളാണ് ഇവിടെ തലയുയർത്തി നിൽക്കുന്നതും പച്ചപിടിച്ചു നിൽക്കുന്നതും തണലേകുന്നതും പൂവും കായും പഴവും നൽകുന്നതും.
മരങ്ങളുടെ രണ്ടാം ജന്മമാണ് MPHSSൽ. വെട്ടേറ്റ് വീണ് മൃതിയടയേണ്ട മരങ്ങളെ വേരോടെ പിഴുതെടുത്ത് സ്കൂൾ വളപ്പിൽ കൊണ്ടുവന്ന് നട്ടു നനച്ച് വളർത്തുകയാണ് ഇവിടെയുള്ളവർ. കേൾക്കുമ്പോൾ അത്ഭുതം തോന്നാം, അവിശ്വസനീയമാണെന്ന് തോന്നാം, പക്ഷേ വാസ്തവമാണ്. 1993 മുതൽ ഈ സമയം വരെയും ഇവിടെ 100ഓളം മരങ്ങൾ ഇത്തരത്തിൽ പലയിടങ്ങളിൽ നിന്നായി പറിച്ചു കൊണ്ടുവന്ന് വെച്ചു വളർത്തിയിരിക്കുന്നു. അതിൽ ഇപ്പോൾ തലയുയർത്തി നിൽക്കുന്നത് 50ഓളം മരങ്ങൾ. ഹെഡ്മാസ്റ്റർ സജി ജോൺ പറയുകയാണ് എങ്ങനെയാണ് ഈ സ്കൂൾ മരങ്ങളുടെ അഭയകേന്ദ്രമായതെന്ന്. ഈ പരിസരം വെട്ടുകല്ല് നിറഞ്ഞതാണ്. അപ്പോൾ സാധാരണഗതിയിൽ അവിടെ ഒരു ചെടി വെച്ച് കഴിഞ്ഞാൽ കിളിക്കാൻ സാധ്യത, വെള്ളത്തിൻ്റെ ദൗർലഭ്യവുമുണ്ട്. കൂടാതെ 10,000-3000 കുട്ടികളുണ്ടായിരുന്ന ഈ സ്കൂളിൽ അവരുടെ കാൽപാദമേറ്റ് അത് നശിച്ചു പോകാറുണ്ട്. അപ്പോഴാണ് നിരന്തരമായി വെച്ചിട്ടും പരാജയപ്പെട്ടപ്പോൾ അല്പം വലിയ ചെടി കൊണ്ടുവന്ന് പരീക്ഷിക്കാമെന്ന് ആലോചിച്ചു. അന്ന് JCB ഒന്നും ഇല്ലാത്ത കാലത്ത് ഒരു ദിവസമൊക്കെ മെനക്കെട്ടാണ് ഒരു മരം പറിച്ചു കൊണ്ടുവെക്കുക. 1-2 ഹൈറ്റുള്ള മരങ്ങൾ വെച്ചപ്പോൾ അത് സംരക്ഷിക്കപ്പെട്ടു. അതിന് ഇടയ്ക്ക് വെച്ച് വ്യത്യസ്തമായ ഒരു അനുഭവം ഉണ്ടായി. ഈ പ്രദേശത്തുള്ള ചരക്കൊന്ന എന്ന ഇതവിടെ മഞ്ഞ നിറത്തിലുള്ള ആ ചെടി, അത് ഒരു 3 ഹൈറ്റുള്ള ഒരെണ്ണം ഞങ്ങൾ പറിച്ചു വെച്ചു. അത് നന്നായിട്ടുണ്ടായി. പിന്നീട് ഒരിക്കൽ അതിൻ്റെ വണ്ണമുള്ള കമ്പ് വെട്ടി വെച്ചപ്പോൾ അത് വേര് പൊട്ടി നന്നാവുകയും ചെയ്തു. അങ്ങനെ ഒരു കൗതുകമായി ആരംഭിച്ചു. പിന്നീട് വ്യത്യസ്തമായ മരങ്ങൾ ഈ പരിസരത്ത് കൊണ്ടുവരിക എന്ന ഒരു താല്പര്യമുണ്ടായി. അങ്ങനെ എവിടെയെങ്കിലും വ്യത്യസ്തമായ മരങ്ങൾ കണ്ടാൽ അതിനെ പറിച്ചു കൊണ്ട് വെക്കുക എന്നൊരു താല്പര്യമുണ്ടായി. ആദ്യമൊക്കെ കൗതുകമായിരുന്നു. ആദ്യമൊക്കെ 2-3 പേരായിരുന്നു സഹായത്തിന്. പിന്നീട് അധ്യാപകരും അനധ്യാപകരും PTA-യും നാട്ടുകാരും പൂർവ്വ വിദ്യാർത്ഥികളുമൊക്കെ സഹായിച്ചു തുടങ്ങി. അങ്ങനെ വ്യത്യസ്തമായ ഒരു ജൈവ പ്രപഞ്ചമുണ്ടാക്കുകയാണ് ലക്ഷ്യം. ചെടികൾ വെച്ച് പിടിപ്പിച്ചാൽ അത് വളർന്ന മരമായാൽ സ്കൂൾ കോമ്പൗണ്ടിൽ ഇല പൊഴിയുമല്ലോ, അത് ജോലിഭാരം വർദ്ധിപ്പിക്കുമല്ലോ എന്നുള്ള ഏതോ ജീവനക്കാരന്റെ ആശങ്കയാണ് മരങ്ങളെ മൊത്തമായി ഇവിടേക്കെത്തിക്കാൻ വഴിയൊരുക്കിയത് എന്ന് അദ്ദേഹം പറയുന്നു. ആദ്യമായി ഞങ്ങൾ കൂടയിൽ വെച്ച് ഒരു 30 ഊങ്ങുമരങ്ങൾ നട്ടു. നിർഭാഗ്യവശാൽ പിറ്റേന്ന് തന്നെ അത് പറിച്ചു കളഞ്ഞു. പിന്നീട് ഒരു കാര്യം അറിഞ്ഞു, ചില സാമൂഹ്യദ്രോഹികൾ മരം വളർന്നാൽ ഇല വീഴും എന്നതാണ് അവർ മരം നടുന്നതിന് എതിർക്കാൻ കാരണം. അപ്പോൾ അതുകൊണ്ട് നിരന്തരമായി നടുന്ന മരങ്ങൾ നശിപ്പിച്ചപ്പോൾ പെട്ടെന്ന് നശിപ്പിക്കാത്ത ആദ്യത്തെ ചരക്കൊന്ന എന്ന മരം ഈ കോമ്പൗണ്ടിൽ നിന്ന് തന്നെ പറിച്ച് ഞങ്ങൾ വെച്ചു. അതൊരു 6 അടി താഴെ കുഴിയുണ്ടാക്കി ആണത് അടിയിൽ 20 mm കമ്പി അടിച്ചു താത്തി വടമിട്ട് കെട്ടിയ ശേഷം മണ്ണിട്ടു. അതിനെ പറിക്കാൻ നോക്കുമ്പോൾ കിട്ടാതെ വന്നതുകൊണ്ട് പല പ്രാവശ്യം പറിച്ചു നോക്കി പരാജയപ്പെട്ടു. അങ്ങനെ ആ മരമാണ് ഈ സ്കൂളിലെ ഇപ്പോൾ പൂത്തു നിൽക്കുന്ന മരം. അതാണ് ആദ്യമായിട്ട് ഒരു 25-26 കൊല്ലം മുമ്പ് നട്ടത്. കംപ്ലീറ്റ് അടിയിൽ കെട്ടിവെച്ചു. അതുകൊണ്ടാണ് 25 വർഷമായാലും അതിന് ഒരു 20-25 ഇഞ്ച് മാത്രമേ വന്നിട്ടുള്ളൂ. ഈ മരങ്ങൾ നോക്കിയാലല്ല അതിലെ പാട് കാണും. ഇപ്പോൾ പുതിയത് നട്ടത് അതൊക്കെ JCB-യുടെ കൈ. എവിടെയും പാകത്തിന് വലുപ്പത്തിലുള്ള നല്ല മരങ്ങൾ കണ്ടാലും സ്കൂളിലെ അധ്യാപകരും PTA ഭാരവാഹികളും കുട്ടികളും ഒക്കെ ചേർന്ന് മൊത്തത്തിൽ വേരോടെ കൊണ്ടുവരും. പിന്നെ നട്ടുവളർത്തി വലുതാക്കും. വയനാട്, ഷൊർണൂർ, അരീക്കോട് തുടങ്ങി വിവിധ സ്ഥലങ്ങളിൽ റോഡരികിലും മറ്റുമുണ്ടായിരുന്ന നിരവധി മരങ്ങളാണ് ഇപ്പോൾ ഈ സ്കൂൾ വളപ്പിന് തണലേകുന്നത്. ഇത് കൂടുതലായി ഞങ്ങൾ നേടിയത് നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഫോറസ്റ്റിൽ നിന്ന് മരം പിഴുതാനായിട്ട് അനുമതി ചോദിച്ചു. അപ്പോൾ അത് സാധ്യമല്ലെന്നും 5 രൂപയ്ക്ക് കൂടത്തൈ ഉണ്ടെന്നും അഭിപ്രായപ്പെട്ടു. അങ്ങനെ കൂടത്തൈ അന്വേഷിച്ച് പോയപ്പോൾ ഞങ്ങൾ കണ്ടത് ഒരു 10-15 കൊല്ലം മുമ്പ് കൂടയിലാക്കിയിട്ട് ഉപേക്ഷിക്കപ്പെട്ട ചില ചെടികൾ തന്നെ നിൽക്കുന്നു. ഞങ്ങൾ 5 രൂപ അടച്ചുകൊണ്ട് അവ പറിച്ചെടുത്ത് ഈ പ്രദേശത്തെ ഓരോന്നും അകത്തി വെച്ചിട്ടുണ്ട്. അതൊരു 40ഓളം മരങ്ങൾ ഫോറസ്റ്റിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അത് കൗതുകമായ കാഴ്ചയാണ്. അത് ഒരു 20 വർഷത്തോളം പഴക്കമായി. സന്ദേശത്തേക്കാളധികം ഇപ്പോൾ 2000 കുട്ടികളുണ്ട്. ഒരു മരം ഏറ്റവും ചുരുങ്ങിയത് 1 ലിറ്റർ ശുദ്ധവായു പുറത്തു കൊടുക്കും. അപ്പോൾ 2000 കുട്ടികൾക്ക് ഒരു മിനിറ്റിൽ 2000 ലിറ്റർ വേണം. അപ്പോൾ ആ ഒരു ശ്രമത്തിൻ്റെ പേരിലാണ്. പിന്നെ ഇത് കുട്ടികളൊന്നും കേടുവരുത്തുന്നില്ല. അപ്പോൾ അവർക്കും ഇത് കണ്ട് നാളെ ഒരു പ്രേരണയായാൽ
ആഗോളതാപനത്തിന് മരമാണ് മറുപടി എന്നത് പറയാതെ പറയിപ്പിക്കാനുള്ളൊരു ശ്രമമാണ് നടക്കുന്നത്. മാവ്, പ്ലാത്തോട്ടി, ഉങ്ങ്, കണിക്കുന്ന തുടങ്ങി അരയാലും പേരാലും വരെ വിവിധയിടങ്ങളിൽ നിന്നും പറിച്ചു കൊണ്ടുവന്ന് സ്കൂളിൽ നട്ടുപിടിപ്പിച്ച് വളർത്തിയിട്ടുണ്ട്. ചെറിയ അധ്വാനമൊന്നുമല്ല ഈ പറിച്ചു കൊണ്ടുവരലും നട്ടുപിടിപ്പിക്കലും പരിപാലിക്കലും. അല്ല, അതിന് ഇവിടുത്തെ അനധ്യാപകർ സ്റ്റാഫുകളൊക്കെ സ്കൂൾ ടൈം കഴിഞ്ഞാൽ അത് നനച്ചു ഇവിടെ തന്നെയാണ് അവർ താമസിക്കുന്നത്. അപ്പോൾ അത് അല്ലാത്ത ദിവസങ്ങളിൽ ഇവിടെ ഞങ്ങളെല്ലാവരും വരും, നനക്കും കാര്യങ്ങൾ ചെയ്യും, ടീച്ചേഴ്സും വരും. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടായി തോന്നിയിട്ടില്ല ഇതുവരെ, ഈ സമയം വരെ. വെള്ളത്തിന് വലിയൊരു ദൗർലഭ്യം ഇല്ലാത്തതുകൊണ്ട് അതും അങ്ങനെ നടക്കുന്ന കാര്യങ്ങളൊക്കെ എല്ലാം ഇറിഗേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഈ ഒരു 2-3 മാസം കൊണ്ട് മൊത്തം സ്കൂൾ ഇറിഗേഷൻ ചെയ്യുന്നതാണ്. സ്കൂളിലെ ഏറ്റവും വലിയ ആകർഷണം ഈ വളർന്നു നിൽക്കുന്ന ആലാണ്. സ്കൂളിലെ ഉപയോഗശൂന്യമായ വാട്ടർ ടാങ്കിൽ വർഷങ്ങൾക്ക് മുൻപ് തനിയെ വളർന്നു തുടങ്ങിയതാണ് ഈ ആൽ. 1-2 തവണ പറിച്ചു കളഞ്ഞു, പക്ഷേ പിന്നെയും വളർന്നു. എന്നാൽ പിന്നെ ആലങ്ങ് വളരട്ടെ എന്ന് അധ്യാപകരും വിചാരിച്ചു. അങ്ങനെ ഉപയോഗശൂന്യമായ ആ ടാങ്ക് ക്രമേണ ആൽത്തറയായി. ഇപ്പോൾ അത് തുറന്ന ക്ലാസ് മുറിയുമായി. ഇവിടെ ഉണ്ടായിരുന്ന ഒരു വാട്ടർ ടാങ്കിന് മുകളിൽ ഒരാല് തന്നെ കളിച്ചു. ഞങ്ങളിത് 2 വർഷം പറിച്ചു കളഞ്ഞു. പക്ഷെ പറിക്കും തോറും ഇത് ശക്തി പ്രാപിച്ചപ്പോൾ ഉപയോഗശൂന്യമായ ടാങ്കിൽ അതിനെ വളർത്താൻ തീരുമാനിച്ച് മണ്ണിട്ട് അതിനെ 25 വർഷം ഞങ്ങൾ വളർത്തി. ഏറ്റവും കൗതുകകരമായ ഒരു വേരുപടലത്തോടു കൂടി ഇപ്പം ഞങ്ങളൊരു അതിൻ്റെ തറയൊക്കെ കെട്ടി. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം തന്നെ ഒരു ക്ലാസ് റൂമാണ്. ബിൽഡിങ്ങിലേറെ കുട്ടികൾക്ക് സ്വസ്ഥമായിരുന്ന് പഠിക്കാനും പിന്നെ ഒരു ചൂടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ കുട്ടികൾക്ക് ഇവിടെ ഇരിക്കാനും കഴിയുന്ന ഇത്രയും വലിയൊരു ക്ലാസ് റൂം തന്നെ ഒരു ബിൽഡിങ്ങിനെ കാട്ടി മഹത്തരല്ലേ. അതന്നെയല്ലേ നമുക്ക് വേണ്ടതും. പരിസ്ഥിതിയും പിന്നെ വിദ്യാഭ്യാസവും അത് രണ്ടും ഒന്നിച്ച് കൊണ്ടുപോകാൻ നമുക്ക് കഴിയുന്നുണ്ട്. 6 ഏക്കറിലധികം വിസ്തൃതിയുണ്ട് സ്കൂൾ വളപ്പിന്. ഇതിൽ വിവിധയിടങ്ങളിലായി ഇപ്പോഴും മരങ്ങൾ പിടിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. പല വലിപ്പത്തിൽ, പല തരത്തിൽ, പല ഇനത്തിൽപ്പെട്ട വിവിധ മരങ്ങൾ ഇവിടെ തണൽ വിരിച്ച് നിലകൊള്ളുന്നു. ജൈവ വൈവിധ്യം എന്താണെന്ന് കുട്ടികൾക്ക് പഠിക്കാൻ എവിടെയും പോകേണ്ട. ഒരു ചെറിയ കാവ് ഏറെ വൈകാതെ സ്കൂളിന്റെ ഭാഗമാകും. വൈവിധ്യമാർന്ന മരങ്ങൾ ഇവിടെ തൊട്ടുതൊട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിലേറെ മികച്ച രീതിയിൽ, ഇതിലേറെ കൂടുതൽ മരങ്ങൾ. കാരണം നമുക്ക് ഭൂമിയുടെ ലഭ്യത ഇഷ്ടം പോലെയാണ്. 7 ഏക്കർ 8 ഏക്കറോളം സ്ഥലമുണ്ട്. മറ്റുള്ള സ്കൂളുകളൊക്കെ വളരെ കുറഞ്ഞ സ്ഥലത്തല്ലേ പോകുന്നത്. അപ്പം ഒരു 2-3 വർഷം കൊണ്ട് വലിയൊരു മാറ്റം സ്കൂളിനെ സംബന്ധിച്ചുണ്ടാവും. കയറി വരുമ്പോൾ തന്നെ ഒരു തണല പച്ചപ്പുള്ള ഒരു അന്തരീക്ഷം ഇവിടെ ഉണ്ടാവണം. ഞങ്ങൾക്ക് ചിത്രശലഭ ഉദ്യാനത്തിനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു. അതുപോലെ തന്നെ കാക്ടസ് ഉദ്യാനം, ഒരു പാം ഗാർഡൻ ഉണ്ടാക്കുന്നുണ്ട്, ഒരു കാവ്, പിന്നെ ജൈവ വൈവിധ്യ ഉദ്യാനം. ഏറ്റവും നല്ല ജൈവ വൈവിധ്യ ഉദ്യാനം ഈ സ്കൂളിൻ്റെതായി മാറണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കുട്ടികൾക്കും ഈ പാഠഭേദം പുതിയ അനുഭവമാണ്. പാഠപുസ്തക സിലബസുകൾക്ക് അപ്പുറമുള്ള പാഠം. ഇവർ ഇത് പകർത്തുന്നത് ജീവിതത്തിലേക്കാണ്. മരങ്ങൾ നടുന്നോണ്ട് കൂടുതൽ ഓക്സിജൻ, ശുദ്ധവായു ശ്വസിക്കാൻ കഴിയും, തണലുണ്ടാവും. അങ്ങനെ കൗതുകമാണ്. ഒരു പുതിയൊരു കാഴ്ചയായിട്ട് അത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഈ സ്കൂളിൽ ഇരുന്നിട്ടാണ് ഇത് ആദ്യമായിട്ട് കാണുകയാണ്. ഒരു കൗതുകമാണ്, പുതിയ കൗതുകം. ഞങ്ങൾ ഇടയ്ക്ക് വന്ന് നോക്കും, PT പീരീഡൊക്കെ വന്ന് നോക്കാറുണ്ട്. ഇത് കെടുത്ത് തന്നെ അതിൻ്റെ എല്ലാ ഹീറോയ്സും ഞങ്ങളെ HM-ആണ്. ചുങ്കത്തറയിലെ ആദ്യ സ്കൂളാണ് MPM HSS. ആദ്യ സ്കൂൾ മാത്രമല്ല, മാതൃകാ സ്കൂൾ കൂടിയാണ് ഒട്ടനേകം കാര്യങ്ങളിൽ ഇവർ. ഈ ലോകം മനുഷ്യൻ്റേത് മാത്രമല്ലെന്ന പരമസത്യം പഠനത്തിനൊപ്പം അറിയാതെ അറിഞ്ഞു വളരട്ടെ ഇവിടെയുള്ള കുട്ടികൾ. മാതൃകയാക്കാം ഇവരെ.